ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ചെയ്യാൻ കഴിയും, ഈ വക കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഐ ഡു, ഞാൻ ചെയ്യുന്നു. ഐ ഡു, ഞാൻ ചെയ്യുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, കുളിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ പറയാം? മേം പഠിത്താഹും, മേം ഖാതാഹും, മേം ഗീത് ഗാത്താഹും, മേം ചൽത്താഹും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ തിന്നുന്നു, ഞാൻ നടക്കുന്നു, ഇങ്ങനെ പറയുന്നത്. മേം പഠിത്താഹും, മേം ഖാത്താഹും, മേം ഗീത് ഗാത്താഹും, മേം ചൽത്താഹും, ഇങ്ങനെയൊക്കെ. ഐ ഡു. അടുത്തത് ഐ ഡിഡ്, ഞാൻ ചെയ്തു. ഞാൻ ചെയ്തു, ഒരു കാര്യം നമ്മളോട് പറഞ്ഞ് ആ കാര്യം ഞാൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ പറയും? മേനെ കിയ, മേനെ കിയ. എങ്ങനെ സെൻറ്റൻസുകൾ പറയുന്നത്? മേനെ ഖായ, ഞാൻ കഴിച്ചു. മേനെ പിയ, ഞാൻ കുടിച്ചു. മേനെ നാച്ച, ഞാൻ നൃത്തം ചെയ്തു. മേനെ പഠ, ഞാൻ പഠിച്ചു. അപ്പം ഞാൻ ചെയ്തു, എല്ലാത്തിൻ്റെയും കൂടെ കഴിച്ചു, കുടിച്ചു, പഠിച്ചു, ഞാൻ ചെയ്തു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പം മേനെ കിയ, പഠ, ഖായ, പിയ, നാച്ച, ചല, ഇതൊക്കെ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഐ ഡിഡ്, മേനെ കിയ. ഐ ഹാവ് ഡൺ, ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാര്യം അത് ചെയ്തു വച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. മേനെ കർ ലിയാ ഹെ, മേം കർ ചുകാഹും, രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മേനെ കർ ലിയാ ഹെ എന്ന് പറയാം, മേം കർ ചുകാഹും എന്നും പറയാം. ഇത് രണ്ടും എന്താണ്? ഞാൻ ചെയ്തിട്ടുണ്ട്. മേം പഠ് ലിയാഹും, മേം പഠ് ലിയാഹും, ഞാൻ പഠിച്ചിട്ടുണ്ട്. മേം ഖാ ലിയാഹും, ഞാൻ കഴിച്ചിട്ടുണ്ട്. മേം പീ ലിയാഹും, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇനി മേം എന്നുള്ളതിന് മേനെ പഠ് ലിയാ ഹേ എന്ന് പറയാം, മേനെ ഖാ ലിയാ ഹേ, മേനെ നാച്ച് ലിയാ ഹേ. എല്ലാത്തിൻ്റെയും കൂടെ ലിയ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ കർച്ചുകാഹും, മേം പഠിച്ചുകാഹും, മേം ഖാച്ചുകാഹും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യും, ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറയുന്നത് ഐ വിൽ ഡു, ഐ വിൽ ഡു. മേം കരൂങ്ക, ഞാൻ ചെയ്യും, ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ ചെയ്യും. മേം കരൂങ്ക. അതെങ്ങനെ പറയും? മേം ഖാവൂങ്ക, ഞാൻ തിന്നും, തിന്നിട്ടില്ല, മേം ഖാവൂങ്ക, തിന്നും. മേം പഠൂങ്ക, ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കും, മേം പഠൂങ്ക. മേം ചലൂങ്ക, മേം പിയൂങ്ക, മേം നാച്ചൂങ്ക. എല്ലാത്തിൻ്റെയും കൂടെ ഊങ്ക, കരൂങ്ക കൂട്ടിച്ചേർത്ത് പറയാം. മേം നാച്ചൂങ്ക, മേം ഖാവൂങ്ക, മേം പഠൂങ്ക, മേം ചലൂങ്ക, എല്ലാം ഊങ്ക എന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ പറയും. അതിന് ഐ വിൽ ഡു എന്നാണ്. ഞാൻ ചെയ്യും എന്നാണ്. ആം ഡൂയിങ്, ഞാൻ ചെയ്യുന്നു, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയൊക്കെ പറയുന്നതിന് ആം ഡൂയിങ് എന്ന് പറയും അല്ലേ. അപ്പം മേം കർ രഹാഹും, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേം കർ രഹാഹും, ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ചെയ്യുന്നു. മേം പഠ് രഹാഹും, മേം ഖാ രഹാഹും, ഞാൻ തിന്നുകൊണ്ടിരിക്കുക. മേം പഠ് രഹാഹും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. മേം നഹാ രഹാഹും, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുക. മേം ചൽ രഹാഹും, ഞാൻ നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ വീട്ടിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. മേം ചൽ രഹാഹും.
മേം പഠ് രഹാഹും, മേം ഖാ രഹാഹും. ഇതൊക്കെ എന്താണ് അർത്ഥം? ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മേം ഫോൺ കർ രഹാഹും, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഐ വാസ് ഡൂയിങ്, ഞാൻ ചെയ്യുകയായിരുന്നു, ഞാൻ ചെയ്യുകയായിരുന്നു. നീ എന്നെ വിളിച്ചപ്പോൾ ഞാനത് ചെയ്യുകയായിരുന്നു. മേം പഠ് രഹാത, നീ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേം പഠ് രഹാ മേം ഖാ രഹാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേം നഹാ രഹാ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ചൽ രഹാ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയായിരുന്നു. മേം എന്താണോ ചെയ്യുന്നത് അത്. പഠ് രഹാ ഖാ രഹാ പീ രഹാ നാച്ച് രഹാ നഹാ രഹാ ചൽ രഹാ. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നില്ല, അത് ഞാൻ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് ഡു, ഞാൻ ചെയ്യുന്നില്ല. മേം പാട് നഹീം പഠിത്ത, ഞാൻ പഠിക്കുന്നില്ല. മേം ഖാന നഹീം ഖാത്ത, ഞാൻ കഴിക്കുന്നില്ല. മേം ദൂത് നഹീം പീത്ത, ഞാൻ പാല് കുടിക്കുന്നില്ല. മേം നാച്ച് നഹീം കർത്ത, ഞാൻ നൃത്തം ചെയ്യുന്നില്ല. അപ്പം മേം പാട് നഹീം പഠിത്ത, ഞാൻ പഠിക്കുന്നില്ല. മേം ഖാന നഹീം ഖാത്ത, അല്ലെങ്കിൽ മേം ദൂത് നഹീം പീത്ത, ഞാൻ പാല് കുടിക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് ഐ ഡോണ്ട് ഡു. മേം നഹീം കർത്ത. ഐ ഷുഡ് ഡു, എനിക്ക് അത് ചെയ്യണം, ഞാൻ ചെയ്തേ പറ്റൂ, എനിക്കത് ചെയ്യണം. മുझे കർനാ ചാഹിയേ, മുझे കർനാ ചാഹിയേ. എന്ത് സംഗതിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ചാഹിയെ കൂടി ചേർക്കാം. മുझे പഠനാ ചാഹിയേ, എനിക്ക് പഠിച്ചേ പറ്റൂ, പഠിക്കണം. മുझे ഖാനാ ചാഹിയേ, എനിക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ, കഴിക്കണം. മുझे നഹാനാ ചാഹിയ, എൻ്റെ മേത്ത് മുഴുവൻ അഴുക്ക്, എനിക്ക് കുളിച്ചേ പറ്റൂ, കുളിക്കണം. മുझे നഹാനാ ചാഹിയേ, മുझे പഠനാ ചാഹിയേ, മുझे ഖാനാ ചാഹിയേ. എന്ത് സംഗതിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ചാഹിയെ കൂട്ടിച്ചേർക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഷുഡ് ഡു, യു ഷുഡ് ഡു, നിനക്ക് ചെയ്യണം, എനിക്ക് ചെയ്യണം, ചെയ്തേ പറ്റും. ഐ ക്യാൻ ഡു, ഐ ക്യാൻ ഡു, എന്താണ്? എനിക്ക് ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ടത് പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും, സാധിക്കും എന്നൊക്കെയാണ് ഐ ക്യാൻ ഡു. മേം കർ സക്താഹും, മേം കർ സക്താഹും, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സക്താഹും, ചെയ്യാൻ പറ്റും, സാധിക്കും എന്ന് കൂട്ടിച്ചേർക്കുന്നതാണ് സക്താഹും. അപ്പോൾ എന്താണ്? മേം ഖാ സക്താഹും, എനിക്ക് അത് കഴിക്കാൻ പറ്റും. മേം നാച്ച് സക്താഹും, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. മേം ചൽ സക്താഹും, എനിക്ക് നടന്ന് പോകാൻ പറ്റും. മേം ഗാ സക്താഹും, എനിക്ക് പാട്ട് പാടാൻ പറ്റും. എല്ലാവരും എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിയ അത് പറയുക, അതിൻ്റെ കൂടെ സക്താഹും സക്താഹും എന്ന് കൂട്ടിച്ചേർക്കുക. ഗാ സക്താഹും പാടാൻ പറ്റും, ഖാ സക്താഹും കഴിക്കാൻ പറ്റും, പഠ് സക്താഹും പഠിക്കാൻ പറ്റും, ചൽ സക്താഹും നടക്കാൻ പറ്റും, നാച്ച് സക്താഹും നൃത്തം ചെയ്യാൻ പറ്റും. ഇതാണ് മേം കർ സക്താഹും എന്നുള്ള വാക്കുപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണോ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബൈ.